ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സന്തോഷമാവട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ ഇന്ന് 8ാമത്തെ അധ്യായത്തിലെ 5ാമത്തെ ഭാഗം പ്രകൃതിയുടെ മനഃശാസ്ത്രം എന്നുള്ള വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. പ്രകൃതിയുടെ മനഃശാസ്ത്രത്തിന്റെ വിവിധ പശ്ചാത്തലങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പ്രകൃതിയുടെ മനഃശാസ്ത്രം സത്യത്തിൽ എന്തായിരിക്കും, അത് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: ഇക്കോസൈക്കോളജി ഈസ് നേച്ചേഴ്സ് ഹാർമണി ബിറ്റ്വീൻ ഇന്നർ നീഡ്സ് ആൻഡ് ഔട്ടർ സപ്പോർട്ട്. പ്രകൃതിയുടെ മനഃശാസ്ത്രം എന്നത് കൂടായി വിധാനിച്ചിട്ടുള്ള എല്ലാ വ്യവസ്ഥകളുടെയും പരസ്പരമുള്ള സമഗ്ര വിനിമയമാണ്. നമ്മുടെ ആന്തരിക ലോകത്ത് ചെറു വ്യവസ്ഥകൾ തമ്മിലും പുറത്തുള്ള വ്യവസ്ഥകളുമായും വിനിമയം നടക്കുന്നത് കാണുവാനാകും. വികാരങ്ങളിലൂടെയും വെളിപാടുകളിലൂടെയും ചോദനകളിലൂടെയും ആണ് ഇവ സംഭവിക്കുക. വികാരങ്ങൾ എന്നത് ബാഹ്യ സന്ദേശങ്ങളോട് പ്രതിനിലകൊള്ളുമ്പോൾ ആവിർഭവിക്കുന്ന വ്യവസ്ഥയിലെ ആന്തരിക കാലാവസ്ഥയാണ്. ബാഹ്യ സന്ദേശങ്ങളോടുള്ള പ്രതികർമ്മങ്ങളാണ് ചോദനകൾ. ഇവയെ നയിക്കുന്ന പ്രചോദനങ്ങളാണ് വെളിപാടുകൾ. ഇവിടെ ഉയർന്ന വ്യവസ്ഥകൾക്ക് ഉള്ള ഉദ്ദേശ്യങ്ങളെ സാക്ഷാത്കരിക്കാനായി ഉരുവാക്കപ്പെടുന്ന ഉപകരണങ്ങളാണ് ഉപവ്യവസ്ഥകൾ. ഈ ഉയർന്ന വ്യവസ്ഥയുടെ മാനസങ്ങൾ അകം പ്രവർത്തനങ്ങൾക്കായി നിർദ്ദേശിക്കുകയും തിരിച്ച് അകം മാനസങ്ങൾ ബാഹ്യ സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബാഹ്യ ആന്തരിക വ്യവസ്ഥകളുടെ ആവശ്യങ്ങളെ പരസ്പരം അനുകൂലമായി അനുവദിക്കുമ്പോഴാണ് വ്യവസ്ഥയിൽ ഏകതാനതയുണ്ടാവുക. ഈ തുലനതയാണ് പ്രകൃതി മനഃശാസ്ത്രത്തിന്റെ കാതൽ. പ്രകൃതി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഏകതാനതയിലൂടെയാണ് ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. പ്രകൃതി മനഃശാസ്ത്രത്തിനെ മനസ്സിലാക്കുന്നത് തുലനതയിൽ ജീവിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ഇക്കോസൈക്കോളജിയുടെ കാതലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ പ്രകൃതിയുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നതിന് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നെസ്റ്റഡ് ഹൈറാർക്കിയിലുള്ള എല്ലാ വ്യവസ്ഥകളും തമ്മിലുള്ള പരസ്പര വിനിമയത്തെയാണ്. അതായത് വ്യവസ്ഥകൾ കൂടായി ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇത് ശാരീരികമായിട്ടുള്ള ഒരു തരം പൊസിഷനിങ് ആണ്. അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പൊസിഷനിങ് ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആ ഇന്ററാക്ഷന്റെ ആൽഗോരിതത്തെയാണ് നമ്മൾ പ്രകൃതി മനഃശാസ്ത്രം എന്ന രീതിയിൽ മനസ്സിലാക്കുന്നത്. അത് വെറും ഇന്ററാക്ഷൻ അല്ല, സമഗ്രമായ വിനിമയം. കൊടുക്കൽ വാങ്ങൽ, കൊടുക്കലിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വാങ്ങാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, പിന്നെ ഈ കൊടുക്കൽ വാങ്ങലുകളെ ഫേക്ക് ചെയ്യുന്ന വേറെ കുറെ സാഹചര്യങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർന്നതാണ് പ്രകൃതി മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ആന്തരിക ലോകത്ത് ഒരു ഒട്ടേറെ വ്യവസ്ഥകൾ, ഉപവ്യവസ്ഥകൾ ഉണ്ടല്ലേ, അവയവങ്ങളൊക്കെ ഉണ്ട്, കലകളൊക്കെ ഉണ്ട്. ഇവ തമ്മിൽ വിനിമയം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 2 കാലുകളും പരസ്പരം ക്രോഡീകരിച്ചുകൊണ്ടാണ്, ഏകീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തെ ഹൃദയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കരൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റ് ഒരുപാട് വ്യവസ്ഥകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പേശി ജാലിക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കാലിന്റെ പ്രവർത്തനം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള അതിന്റെ ആന്തരിക വ്യവസ്ഥകളും അവയും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഈ ആന്തരിക വ്യവസ്ഥകൾ പുറം വ്യവസ്ഥകൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. പുറം വ്യവസ്ഥകൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, അതായത് ഞാൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് എന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുക. ഞാൻ എന്നുള്ളത് എന്റെ പുറത്തുള്ള വ്യവസ്ഥകൾക്ക് എന്താണോ എന്റെ മുന്നിലേക്ക് വെക്കുന്ന ഒരവസ്ഥ, അതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുക. അപ്പോ ഇങ്ങനെയുള്ള അകം വ്യവസ്ഥകൾ തമ്മിലും പുറം വ്യവസ്ഥകളുമായിട്ടുള്ള വിനിമയം നടക്കുന്നത് നമുക്ക് അറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു പ്രവർത്തനത്തിന്റെ നടപ്പിലാക്കൽ ഉണ്ടാകുന്നത് വികാരങ്ങളിലൂടെയാണ്, വെളിപാടുകളിലൂടെയാണ്, ചോദനകളിലൂടെയാണ്. ഈ 3 കാര്യങ്ങളും അവിടെ സംഭവിക്കുമ്പോഴാണ് ഈ വിനിമയം സംഭവിക്കുന്നത്. ഈ വികാരം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബാഹ്യ സന്ദേശങ്ങളോട്
പ്രതിനില കൊള്ളുമ്പോൾ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതായത് എന്റെ മുന്നിലേക്ക് ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം വരുന്നു. ആ ഭയപ്പെടുത്തുന്ന കാര്യം വരുന്ന സമയത്ത് അതിനോട് അനുരൂപപ്പെടാൻ എന്റെ ശരീരം സജ്ജമാകേണ്ടതുണ്ട്. ആ പൊടുന്നനെയുള്ള സജ്ജീകരണം. ഇപ്പോ ഈ ശരീരത്തെ പെട്ടെന്ന് കയറി സജ്ജമാക്കാൻ കഴിയില്ല. ശരീരത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. ആ ഘടനയ്ക്ക് അതിൻ്റെതായ സാന്ദ്രതയുണ്ട്. അപ്പോൾ ഈ ഘടനയും സാന്ദ്രതയും ശരീരത്തിനുള്ളപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് മാറാൻ നമുക്ക് കഴിയണം എന്നില്ല. അപ്പോ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ നമ്മുടെ വയറിലേക്ക് ഒരാൾ പിടിച്ചമർത്തുകയാണെന്ന് ഇരിക്കട്ടെ, പെട്ടെന്ന് കയറി അമർത്തിയാൽ അത് അമരും. അതേസമയം നമ്മൾ ഇടിക്കുന്ന സമയത്താണെങ്കിൽ അത് ചിലപ്പോൾ ഉള്ളിലേക്ക് പോയി വരും. ഇടിക്കുന്നത് നമ്മൾ കണ്ടാലോ, ഒരാൾ ഇടിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അവിടെ അങ്ങനെ കനപ്പിക്കും. അതായത് ആ ഇടി വരുന്ന സമയത്ത് ഇടി താങ്ങാൻ പാകത്തിൽ എന്റെ വയറുള്ളിലേക്ക് പോകരുതെന്ന് കയറി നമ്മൾ വയറങ്ങ് കനപ്പിക്കും. കനത്തിലാകുന്ന സമയത്ത് ആ ഇടി പിന്നെ അകത്തേക്ക് കയറില്ല. ആ പുറത്തു നിന്നുള്ള ആ ഇടി കൊണ്ട് അവിടെ നിൽക്കും. അത് താങ്ങാൻ പാകത്തിൽ പേശികൾ ഉറപ്പാക്കും. അപ്പോ ശരീരത്തിന്റെ സാന്ദ്രത വ്യത്യാസപ്പെടും. ശരീരത്തിന്റെ എല്ലാ ശരീരം മുഴുവൻ സാന്ദ്രത മാറുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ആ ഭാഗത്തെ പേശികളുടെ സാന്ദ്രത വർദ്ധിപ്പിച്ച് ഈ വെളിയിൽ നിന്നുള്ള ഒരു ആഘാതത്തെ ചെറുക്കും. വെളിയിൽ നിന്ന് വരുന്ന ആഘാതമായിക്കോട്ടെ, ഒരു സ്പർശമായിക്കോട്ടെ, അതല്ലെങ്കിൽ ദൂരെ മാറി നിന്നുള്ള ഒരു തലോടലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സൂചനയായിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും അതെല്ലാം ഉപവ്യവസ്ഥയ്ക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. അതായത് എന്റെ ശരീരത്തിന് എന്റെ ഉപരിവ്യവസ്ഥ നൽകുന്ന സന്ദേശങ്ങളാണ്. ആ സന്ദേശം വരുന്ന പാടെ അതിനോട് അനുരൂപപ്പെടാനോ അനുകൂലപ്പെടാനോ ഉള്ള പ്രതിനില ആണ് എന്റെ ഈ മസിൽ കനപ്പിക്കുക എന്നുള്ളത്. ആ സന്ദേശത്തോടുള്ള പ്രതിനില കനപ്പിക്കൽ ശരീരത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അതങ്ങനെ വരുന്നു എന്നത് ഞാൻ അറിയുമ്പോൾ അതിനോട് പ്രതിനില കൊള്ളലാണ്. അങ്ങനെ പ്രതിനില കൊള്ളുന്ന ആ ഒരു ആ പ്രോസസ്സാണ് വികാരം എന്ന് പറയുന്നത്. ഉപവ്യവസ്ഥയ്ക്ക് നൽകുന്ന ഒരു പ്രവൃത്തി, ഒരു ആഘാതം, ഒരു സന്ദേശം ഒന്ന്. ആ സന്ദേശത്തിനനുസരിച്ച് ശരീരത്തിന്റെ സാന്ദ്രതയിൽ, ശരീരത്തിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം. ഈ മാറ്റത്തിന് വേണ്ടിയാണ് എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിച്ച് ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശം കൊടുത്ത് ശരീരത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയിലേക്ക് മാറ്റുന്നത്. കാലാവസ്ഥ എന്ന് പറയുന്നത് ശരീരം ഞാൻ ഇന്നതാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരു ബോധാവസ്ഥയുണ്ടല്ലോ, ആ ബോധത്തിൽ നിന്നും ഞാൻ മറ്റൊരു ബോധത്തിലേക്ക് മാറുന്ന ആ ബോധപരിണാമമാണ് കാലം. ആ ബോധപരിണാമം സംഭവിച്ച് ശരീരത്തെ ഒരുക്കുന്ന, സാന്ദ്രത കൂട്ടി നിർത്തുന്ന അവസ്ഥ. അപ്പോഴാണ് മസിലുകൾ കട്ടിയാവുക. അപ്പൊ ഇതിനെയാണ് വികാരം എന്ന് പറയുക. അപ്പൊ വെളിയിൽ നിന്ന് വരുന്ന സന്ദേശം കിട്ടി. ആ സന്ദേശം എന്നുള്ളത് ഉപരിവ്യവസ്ഥയുടെ വികാരമാണ്. ഉപരിവ്യവസ്ഥ പുറപ്പെടുവിക്കുന്ന ഒരു വികാരമാണ്. ആ വികാരത്തെ ഞാൻ സ്വീകരിച്ച് അതിനനുസരിച്ച് പ്രതിനില കൊള്ളുന്നു. ഇതാണ് വികാരം എന്ന് പറയുന്നത്. ആന്തരികമായ കാലാവസ്ഥ. ആന്തരിക കാലാവസ്ഥ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉപരിവ്യവസ്ഥയുടെയും ആന്തരിക കാലാവസ്ഥയിലാണ് ഇത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അതാണ് സമഗ്രമായ വിനിമയം എന്ന് പറയുന്നത്. ഈ ബാഹ്യ സന്ദേശങ്ങളോടുള്ള പ്രതിനില ഇത് മനസ്സിലായി. പ്രതിനില വരുന്ന സമയത്ത് ആ പ്രതിനിലയ്ക്കനുസരിച്ച് ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. ഈ മസിൽ കനപ്പിക്കുക എന്ന് പറയുന്ന പരിപാടിയില്ല, കനപ്പിക്കുന്ന പരിപാടി ആണ് ചോദന എന്ന് പറയുന്നത്. സാന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണമാണ് കാലാവസ്ഥ, അല്ലെ, ബോധത്തിന്റെ മാറ്റം. അത് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ആ പ്രവർത്തനത്തെ പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അത് ആന്തരിക വ്യവസ്ഥകളെല്ലാം ചേർന്നുകൊണ്ട് മസിലുകൾ കട്ടിയാക്കി ശരീരത്തിന്റെ പുറം ഭാഗത്തെ കനപ്പിക്കുന്നൊരവസ്ഥ, അല്ലെ. അങ്ങനെ കനപ്പിക്കാൻ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ചോദന എന്ന് പറയുന്നത്. അപ്പോൾ ആ അകത്തു നിന്നും പുറത്തേക്ക് ഒരു സന്ദേശം വരികയാണ്, ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള സന്ദേശം വന്ന് അതിനനുസരിച്ച് സജ്ജീകരിക്കുന്നു. ഈ ചോദനയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതാണ് വെളിപാട് എന്ന് പറയുന്നത്. ആ വെളിയിൽ നിന്ന് ഒരു കാര്യം വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഞാൻ ഇവിടെ സജ്ജീകരിക്കേണ്ടതുണ്ട് എന്ന രീതിയിൽ ഈ ചോദനയ്ക്ക് വേണ്ടുന്ന പ്രചോദനം നൽകുന്നു. അപ്പോൾ കാലാവസ്ഥയൊന്ന്, പ്രചോദനമൊന്ന്, ആ പ്രചോദനത്തിനനുസരിച്ചുള്ള പ്രവർത്തനം. ആ പ്രചോദനത്തെയാണ് നമ്മൾ വെളിപാടെന്ന് പറയുന്നത്. പ്രവർത്തനത്തെ നമ്മൾ ചോദന എന്ന് പറയുന്നു. ഈ ശാരീരികമായിട്ടുള്ള ആന്തരിക കാലാവസ്ഥയെ നമ്മൾ വികാരം എന്ന് പറയും. ഇവിടെ
നമ്മൾ മനസ്സിലാക്കുന്നത് ഉയർന്ന വ്യവസ്ഥയ്ക്കുള്ള ഉദ്ദേശ്യങ്ങൾ, ഉയർന്ന വ്യവസ്ഥയ്ക്ക് കൃത്യമായിട്ട് ചില പർപ്പസുകളുണ്ട്. എന്നെ ഉരുവാക്കിയിട്ടുള്ള ശരീരത്തിൽ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് നടപ്പിലാക്കാനുള്ള ഉപകരണമാണ് ഉപവ്യവസ്ഥ എന്ന് പറയുന്നത് എന്റെ ശരീരം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഉപരിവ്യവസ്ഥയുടെ ഉദ്ദേശ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഉണ്ടായ ഉപകരണമാണ്, ഉരുവാക്കപ്പെട്ടുള്ള ഉപകരണമാണ് ഈ ഉപവ്യവസ്ഥ എന്നുള്ള എന്റെ ശരീരം. ഈ ഉയർന്ന വ്യവസ്ഥയുടെ മാനസങ്ങൾ, അവിടെ ഈ ആസൂത്രണം നടക്കുന്നുണ്ടല്ലോ, അത് അകം വ്യവസ്ഥയായി നിർദ്ദേശിക്കും. അതായത് ഉപരിവ്യവസ്ഥയ്ക്ക് ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ എന്റെ ശരീരം ഒരു ഉപരിവ്യവസ്ഥയാണെങ്കിൽ എനിക്കൊരു ആവശ്യമുണ്ട്, എനിക്കൊരിടത്തേക്ക് നടക്കണം എന്നൊരു ആവശ്യമുണ്ട്. അപ്പോ എന്റെ ഉപവ്യവസ്ഥകളായ അവയവങ്ങളോട് ഞാൻ ചില നിർദ്ദേശങ്ങൾ നൽകും. അങ്ങോട്ട് നടക്കട്ടെ, അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർദ്ദേശം നൽകും. ആ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ച് എന്റെ ഉപവ്യവസ്ഥ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചു കൊള്ളണം നിർബന്ധമൊന്നുമില്ല, പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ആന്തരിക വ്യവസ്ഥകൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. വിശപ്പ് വന്നു എന്ന് വെച്ചാൽ ചയാപചയ പ്രവർത്തനം നടത്തണം, അതിനുവേണ്ടി മെറ്റാബോളിക് ആക്ടിവിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ന്യൂട്രിയൻസ് വേണം, ശരീരത്തെ ചലിപ്പിക്കാൻ വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള എനർജി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉപരിവ്യവസ്ഥയോട് അഭ്യർത്ഥിക്കുന്നു. എന്റെ വയറ്, എന്റെ ശ്വാസകോശം എന്റെ ഉപരിവ്യവസ്ഥയോട്, എന്റെ ശരീരത്തോട് അഭ്യർത്ഥിക്കുമ്പോൾ ഞാനിത് കൊടുക്കണം, വെളിയിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അപ്പോ ഒരു ആന്തരിക പ്രവർത്തനം അവിടെ സംഭവിക്കും. അകത്തു നിന്നുള്ള അഭ്യർത്ഥനകളെ ഞാൻ സ്വീകരിച്ച് അകത്തേക്ക് കൊടുക്കണം. ഇതുപോലെ ഞാൻ എന്റെ ഉപരിവ്യവസ്ഥയോട്, ഭൂമിയോട്, പ്രകൃതിയോട് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത്, അഭ്യർത്ഥിക്കുന്ന സമയത്ത് പ്രകൃതി അത് എനിക്ക് നൽകണം. നൽകാൻ പാകത്തിലാണ് അതിന്റെ ക്രമീകരണം. വിശപ്പ് വന്നാൽ നിങ്ങളാരും വെറുതെ ഇരിക്കില്ലല്ലോ. അപ്പൊ നൽകാൻ പാകത്തിലാണ് ക്രമീകരണം. അപ്പോ പുറത്തു നിന്നും അകത്തേക്ക് കമാൻഡുകൾ കൊടുക്കുന്നു, അകത്തു നിന്ന് പുറത്തേക്ക് ഡിമാൻഡുകൾ കൊടുക്കുന്നു. അപ്പൊ കമാൻഡുകളും ഡിമാൻഡുകളും ഇങ്ങനെ ചേർന്നാണ് നിൽക്കുന്നത്. ഇത് ഉപരിവ്യവസ്ഥയും ഉപവ്യവസ്ഥയും തമ്മിൽ പരസ്പരം അംഗീകരിച്ച് അനുകൂലനം ചെയ്ത് അനുവദിക്കുമ്പോഴാണ് ഈ വ്യവസ്ഥകൾ നമ്മൾ ഏകദാനമായിട്ട് പ്രവർത്തിക്കുക. എന്റെ ശരീരവും എന്റെ അവയവങ്ങളും ഏകദാനതയിലാകണമെന്നുണ്ടെങ്കിൽ എനിക്കത് നിർദ്ദേശിക്കാൻ കഴിയണം. ആ നിർദ്ദേശം അവിടെ ബോധ്യമാകണം. അതിനനുസരിച്ച് ഉപവ്യവസ്ഥ എന്നോട്, എന്റെ അവയവങ്ങൾ എന്നോട് അതിനുള്ള പ്രതികരണം കാണിക്കണം. അതുപോലെ തന്നെ ഉപവ്യവസ്ഥ എന്നോട് കാണിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി നൽകണം. ഭക്ഷണം ചോദിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. ഇപ്പോ എന്റെ കൈ ഒരിടത്തിരിക്കുന്നു, കൈ ഒരു ഞെരുക്കത്തിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞെരുക്കം മാറണം എന്നുണ്ടെങ്കിൽ എന്റെ ശരീരം മാറണം. അപ്പോ എന്റെ കൈ എന്റെ ശരീരത്തോട് ആവശ്യപ്പെട്ടു ഞെരുക്കം മാറണം. അപ്പൊ ശരീരം എന്ത് ചെയ്തു വെച്ചാൽ ശരീരം മറ്റ് അവയവങ്ങളോടെല്ലാം തന്നെ നിർദ്ദേശിക്കും, മാറിയിരിക്കൂ. അപ്പൊ ഉടനെ തന്നെ പൊസിഷൻ നമ്മളൊന്ന് മാറ്റി. ഇങ്ങനെ ഉപരിവ്യവസ്ഥ കൊടുക്കുന്ന കമാൻഡും ഉപവ്യവസ്ഥ കൊടുക്കുന്ന ഡിമാൻഡും ഇവ തമ്മിൽ പരസ്പരം ഏകദാനതയിലാകുക എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണം. ഈ ഏകദാനത എന്നുള്ളത് സംഭവിക്കുമ്പോഴാണ് വ്യവസ്ഥയ്ക്ക് സുസ്ഥിരത ഉണ്ടാവുക. ഈ തുലനത ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രകൃതി മനഃശാസ്ത്രത്തിന്റെ കാതൽ, അതിന്റെ ലക്ഷ്യം. ആ തുലനത ഉണ്ടാക്കുന്ന ഡിമാൻഡ്, അതിന്റെ മെക്കാനിസം, ആൽഗോരിതം, ഇതാണ് പ്രകൃതി മനഃശാസ്ത്രം എന്ന് പറയുന്നത്. പ്രകൃതി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഒരു ബാലൻസിങ് പ്രോസസ്സിലൂടെയാണ് ക്രമീകരിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. എപ്പോഴും നിരന്തരമായിട്ട് അത് ക്രമീകരിച്ചുകൊണ്ടിരിക്കും, നിരന്തരമായിട്ട് അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ക്രമീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോകുന്നതിന് ശരിക്കും ആ ഒരു ക്രമത്തിൽ വരി നിർത്തുക എന്നുള്ള രീതിയിൽ ക്രമീകരിക്കുക. നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പുതിയ ഡിമാൻഡുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വഴി തിരിച്ചു കൊണ്ടുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ജീവന്റെ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് ജീവൻ ആ പ്രവൃത്തി ചെയ്യുന്നത്. ആ ജീവന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയുള്ള ആസൂത്രണ പ്രക്രിയയാണ് നമ്മുടെ ഈ സൈക്കോളജി എന്ന് പറയുന്നത്. ആ സൈക്കോളജി ചെയ്യുന്ന പരിപാടി ഇതാണ്. ഉപവ്യവസ്ഥയും ഉപരിവ്യവസ്ഥയും തമ്മിലുള്ള വിനിമയം, ആ വിനിമയത്തിന്റെ സാധ്യതകൾ പറഞ്ഞു, ആ വിനിമയത്തിന്റെ മാർഗങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ പ്രകൃതി ഇതിനെയാണ് നമ്മൾ ഇക്കോ സൈക്കോളജി എന്ന് പറയുന്നത് പറഞ്ഞു. ഈ പ്രകൃതി മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതാണ് ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാനും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഇനി ഉണ്ടാകേണ്ട കാലത്ത് എന്തു വേണം എന്നുള്ള കാര്യം
ഇക്കോ സൈക്കോളജി പ്രകാരമാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ആന്റിസിപ്പേഷൻസ്, നമ്മുടെ പ്രത്യാശകൾ, ആ പ്രത്യാശകൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വർത്തമാനത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ നിലകൊള്ളുന്നത്. പൂർവ്വത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ അഡാപ്റ്റേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നത് ഇക്കോ സൈക്കോളജിയുടെ ബേസിലാണ്. അപ്പോ ഇക്കോ സൈക്കോളജിയെ ബേസ് ചെയ്യുമ്പോഴാണ് ഈ ലിവിങ്ങിന്റെ, ഈ 3 ഡയമെൻഷണൽ ലിവിങ്ങിന്റെ ഒരു ബാലൻസ് സംഭവിക്കുക. ഈ ബാലൻസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഒരു ലിവിങ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ, ചാലഞ്ചസിനെ നമുക്ക് നേരിടാൻ. അപ്പോൾ ഇക്കോ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒന്നാണ്. സൈക്കോളജിയും ഇക്കോ സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം, സൈക്കോളജി എന്നുള്ളത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ജീവി, ആ ജീവിയുടെ ജീവിതാവസ്ഥയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ പ്രകൃതി മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയും അകം വ്യവസ്ഥയും സഹവ്യവസ്ഥകളും എല്ലാം തമ്മിലുള്ള ഒരു ഏകീകൃത പ്രവർത്തനത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് മോർ ഓഫ് വെർട്ടിക്കൽ എന്ന് പറയാം. കൂടുതലായും വെർട്ടിക്കലായിട്ടുള്ള ആ ഒരു ക്രമീകരണത്തെ സജ്ജീകരിക്കാനാണ് ചെയ്യുന്നത്. ആ വെർട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോൾ, അതായത് ഉപരിവ്യവസ്ഥകളും ഉപവ്യവസ്ഥകളും തമ്മിലുള്ള പ്രവർത്തനത്തെ ക്രമീകരിക്കുമ്പോൾ അതിന് ഉപോത്ഫലകമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ വേണ്ടുന്ന സപ്പോർട്ടിംഗ് എലമെന്റുകളാണ് സഹവ്യവസ്ഥകളിലൂടെ, സൈക്കോളജിയിലൂടെ അത് നടപ്പിലാക്കുന്നത്. ഇതാണ് ഇക്കോ സൈക്കോളജിയുടെ ബേസ് എന്ന് പറയുന്നത്. പലതരം ബേസുകൾ നമ്മൾ പല രീതിയിൽ പറഞ്ഞു. ഇത് ആണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സജ്ജീകരണം. ഈ ബോധ്യമുണ്ടെങ്കിലാണ് നമുക്ക് സസ്റ്റൈനബിലിറ്റിയിലേക്ക് കൃത്യമായിട്ട് പോകാൻ കഴിയും. അത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, മാനസിക പ്രശ്നങ്ങൾ, വികാര പ്രശ്നങ്ങൾ തുടങ്ങിയത് ജീവികളിൽ ഉണ്ടാവും. ഇത് ക്രമീകരിക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് അത് ഒരു ബാഹ്യ വിനിമയം, ബാഹ്യ ഇടപെടലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ടെറേറിയമായിട്ട് മാറും, ഒരു സ്വതന്ത്ര ആവാസ വ്യവസ്ഥയായിട്ട് മാറും. അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയാണ് ഈ സുസ്ഥിരതയുടെ പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇക്കോ വില്ലേജുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ടെറേറിയങ്ങളാണ്. അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ടെറേറിയങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ടാകട്ടെ, അതിനുവേണ്ടി ഉള്ള ഒരു പിന്നാമ്പുറം ഡീപ് ഇക്കോളജിക്കൽ ഫെലോഷിപ്പിന് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.